ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് സത്യത്തിൽ ജിൻഡോ തൂക്കിയെന്ന് തന്നെ പറയാം. കാരണം ജിൻഡോയെ കളിച്ച് ജിൻഡോയെ ഒന്ന് മെഴുകാമെന്നൊക്കെ വിചാരിച്ച് വന്ന ഒരാളാണ് സിജോ. കാട്ടുതീയാണ്, ഞാനിവിടെ കാട്ടുതീ കത്തിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആള് കുറേ ദിവസം കൊണ്ടൊക്കെ കാട്ടുതീയൊക്കെ അണച്ചു നിൽക്കുകയായിരുന്നു. അപ്പം പുള്ളിക്കാരൻ വന്നതിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ലാലേട്ടൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവാർഡൊക്കെ കൊടുത്തു. അവാർഡൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റു മത്സരാർത്ഥികൾക്കൊക്കെ എന്താണ് സിജോയെ കുറിച്ച് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഘോരം അങ്ങ് പ്രസംഗിക്കുകയാണ്. സിജോയെ സപ്പോർട്ട് ചെയ്ത് സിജോ ഇപ്പൊ കുറച്ചു നേരം കാമായിട്ട് നിൽക്കുകയാണ്, ഇനിയും അങ്ങോട്ട് ഫയർ തുടങ്ങും, ഇനി എപ്പോഴാണ് ഫയർ തുടങ്ങുന്നത് ഞങ്ങൾ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിജോയെ അങ്ങ് പൊക്കി അടിച്ചു കഴിഞ്ഞാൽ ജിൻഡോയോട് ചോദിച്ചു, ജിൻഡോ എന്താണ് ജിൻഡോയ്ക്ക് തോന്നുന്നത്, സിജോ കാമായിട്ടിരിക്കുകയാണോ അതോ ഫയറായിട്ട് കത്തുമെന്നൊക്കെ. ജിൻഡോ പറഞ്ഞ എന്തോന്നറിയാമോ? ജിൻഡോ പറഞ്ഞ കാര്യം വലിയൊരു തമാശ തന്നെയാണ്. ജിൻഡോ പറയുകയാണ്, ഇതുപോലെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പുള്ളി എത്തിയത്, എന്നെ മാത്രമാണ് പുള്ളിക്ക് ടാർഗറ്റ് ഉള്ളത്, എന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കാനാണ് പുള്ളി എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ തന്നെ പുള്ളിക്കാരനാകുമ്പോൾ ഒരു കളി തുടങ്ങിയിരുന്നു എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിൻഡോ പറഞ്ഞു, എനിക്ക് പുള്ളി കാട്ടുതീയായിട്ടൊന്നും അല്ല തോന്നുന്നത്, ഇവിടെ ഉള്ളവർക്കൊക്കെ കാട്ടുതീയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനൊന്നും തോന്നുന്നില്ല എന്നാണ് ജിൻഡോ പറയുന്നത്. എന്നിട്ട് ജിൻഡോ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇവിടെ പുള്ളിക്കാരനെ ഒരു കത്തിച്ച് കളഞ്ഞ ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെ തോന്നുന്നതെന്നാ പറഞ്ഞത്. എന്ത് വേണം സിജോയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? അത്രയും പേരുടെ മുമ്പിൽ, പ്രേക്ഷകരുടെ മുമ്പിലെല്ലാം നാറ്റിച്ച് കളഞ്ഞല്ലോ. എന്തായാലും ജിൻഡോയുടെ മറുപടി അടിപൊളിയായിരുന്നു. അത് കേട്ട് അവിടെ ഇരുന്ന് പ്രേക്ഷകരൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. ഞാനും ഇവിടെ ഇരുന്ന് കൈയടിച്ചു, അതുപോലെ ഒത്തിരി പേര് കൈയടിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ബിഗ് ബോസിന്റെ അപ്ഡേഷനൊക്കെ ഈ ചാനൽ ഉണ്ടാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.